സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മുടെ അതിഥി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജ്യോതിർ ഘോഷാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, നമ്മൾ ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ യുദ്ധം നടക്കുന്ന അവസരത്തിൽ വാർത്തകളിൽ അത്ര കണ്ട് ഇടം കിട്ടാതെ പോയോ എന്നറിയില്ല, ഒരു വിഷയം ഉണ്ടായിരുന്നു. അതായത് ഗാസയിൽ നിന്ന് ഹമാസ് ഭരണം ഒഴിയുന്നു, ആ കരാർ അവർ അവസാനിപ്പിച്ച് പോവുകയാണ്. അപ്പോൾ സാർ, ഇങ്ങനെ ഹമാസിൻ്റെ പിന്മാറ്റം അത് ഇസ്രയേലിൻ്റെ വിജയമാണോ സാർ? ഈ പിന്മാറ്റത്തെക്കുറിച്ചും ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്ന കാര്യവും ഒന്ന് ചുരുക്കി പറയാമോ? അതൊരു ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമീപ ഭാവിയിൽ എങ്ങും തന്നെ ഹമാസിലെ ജനങ്ങൾക്കൊരു സ്വസ്ഥമായ ജീവിതം ലഭിക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ള പച്ചയായ യാഥാർത്ഥ്യം. അതായത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ US ആണ്, അമേരിക്കയാണ്. അമേരിക്ക വെച്ചാൽ അവിടെ ട്രംപാണ് ഇപ്പൊ ഈ ഒരു സമാധാന ചർച്ചയൊക്കെ ബ്രോക്കർ ചെയ്ത് അവിടെ ഒരു നാഷണൽ കമ്മിറ്റി ഫോർ എന്താണ് NCAG അല്ലെ? അതെ, അത് നാഷണൽ കമ്മിറ്റി ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ, അതാണ് NCAG അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ. അത് കൊണ്ടുവന്നിരിക്കുന്നു. അതിന് ഇപ്പം ഡൊണാൾഡ് ട്രംപ് ഭയങ്കര വിദഗ്ധമായിട്ട് ഈ UN ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചൊരു ബോർഡ് ഓഫ് പീസും ഒക്കെ ഉണ്ടാക്കി വലിയ താല്പര്യത്തിലാണ് പുള്ളി കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇപ്പൊ ഹമാസ് അവരവരുടെ അവകാശം അല്ലെങ്കിൽ അവര് അധികാരത്തിന്റെ രംഗത്തിൽ നിന്ന് പിൻവാങ്ങിയിരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നും ഹമാസ് ഒരു പരാജയം സംഭവിച്ചതാണോ, ഹമാസ് ഇസ്രയേലിന് കീഴടങ്ങിയതാണോ, ഇസ്രയേലിന്റെ വിജയമാണോ എന്നൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നിയേക്കാം. അവിടെ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് NCAG-യുടെ കീഴിൽ ഒരു ടെക്നോക്രാറ്റുകളുടെ ഒരു കമ്മിറ്റി, അൽഷാദ് എന്ന് പറയുന്ന ഒരു അധ്യക്ഷനാണ് അതിന്റെ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അപ്പോ ഒരു ടെക്നോക്രാറ്റുകളുടെ, അതായത് വിദഗ്ധരുടെ ഒരു കമ്മിറ്റി, അതായത് നമ്മുടെ ഇനി ഗാസയെ പുതുക്കി പണിയുക എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള ദൗത്യം. അപ്പൊ ഇപ്പൊ നമ്മൾ ഗാസയിലേക്ക് നോക്കുമ്പോൾ എന്നിട്ട് പാലസ്തീൻ അതോറിറ്റിയിലേക്ക് ഇത് മാറ്റുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ഇപ്പൊ പാലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്നത് 2007 മുതൽ അപ്രസക്തമായ ഒരു സംഗതിയാണ്. കാരണം UN 157 രാജ്യങ്ങൾ PLO ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട്. ഒരു വോട്ടിംഗ് പവർ ഇല്ലാത്ത UN-ലെ അംഗമാണ് PLO, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ എങ്കിലും 2007 മുതൽ ഈ ഗാസ പാലസ്തീൻ അതോറിറ്റി നിലവിലുണ്ടെങ്കിലും അത് വെസ്റ്റ് ബാങ്ക് ബേസ് ചെയ്തിട്ടാണ് പാലസ്തീൻ അതോറിറ്റി അവിടെ ഉണ്ടായിരുന്നത്. ഈ ഗാസ ശരിക്കും ഹമാസിന്റെ നിയന്ത്രണത്തിലേക്ക് വരികയായിരുന്നു. അങ്ങനെ 2007 മുതൽ 2023 വരെ, 23-ലല്ലേ അറ്റാക്ക് ഉണ്ടാവുന്നത്, ഈ ഇസ്രയേലിൽ അറ്റാക്ക് ഉണ്ടാവും. അതെ, ഒക്ടോബർ 27 ഉണ്ടാവുന്നത്. അപ്പൊ അതുവരെ അന്ന് മുതൽ ഗാസയിൽ ഹമാസ് ആണ് ഭരിക്കുന്നത്. അപ്പോ ഇപ്പോ ഈ ഇസ്രയേലിന്റെ ഏതാണ്ട് 70% പ്രദേശങ്ങളുടെ, ഭൗതികമായിട്ട് പ്രദേശങ്ങളുടെ നിയന്ത്രണം ഇസ്രയേലിന്റെ കീഴിലാണ്, ഇസ്രയേലിന്റെ സൈന്യത്തിന്റെ കീഴിലാണ്. അതായത് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അഥവാ IDF-ന്റെ കീഴിലാണ്. അപ്പൊ ഇപ്പോഴും അത് ഒരു വശം. അതേ സമയത്ത് ഈ ഗാസയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അതായത് നഗരപ്രദേശങ്ങളും മറ്റൊക്കെയുള്ള ആ പ്രദേശങ്ങൾ വിട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളതും എല്ലാ സ്ഥലങ്ങളും ഈ ഹമാസിന്റെ നിയന്ത്രണത്തിലാണ്. ഹമാസിന്റെ മിലിറ്ററി ഇപ്പോഴും അതിശക്തമായിട്ടാണ് ഗാസയിൽ തുടരുന്നത്. രാഷ്ട്രീയമായിട്ട് ഈ പാലസ്തീൻ അതോറിറ്റിയിലേക്ക് ഇത് കൈമാറ്റി തങ്ങളുടെ ഈ സിവിൽ അധികാരം വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോ. പിന്നെ ആര് പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഹമാസ് സിവിൽ അധികാരം വിട്ടിരിക്കുന്നു. അതേ സമയത്ത് അവരുടെ ഈ പ്രവർത്തനങ്ങൾ, ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്, ഈ ഹമാസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് ആണ്, ടണലിലാണ് അവിടെ. അതായത് ഒരു ഗാസയില് ഒരു സമാന്തര ഗാസ ഭൂമിക്കടിയിലുണ്ട്. ആ ഭൂമിക്കടിയിലുള്ള സമാന്തര ഗാസയെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇപ്പോഴും ഹമാസ് ആണ്. അവിടുത്തെ മിലിറ്ററി ഫോഴ്സിന് അവർ ഡീസെൻട്രലൈസ് ചെയ്തു. ഇവർ ഈ രാഷ്ട്രീയ, ഇപ്പൊ ഉദാഹരണത്തിന് നവംബറിൽ അവിടെ ലെജിസ്ലേറ്റീവ് ഇലക്ഷൻ വരാൻ പോവുകയാണ്. ആ ഇലക്ഷനിൽ ഹമാസ് ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ട്. ഹമാസ് ആരെയും നേരിട്ട് മത്സരിക്കുന്നില്ല. എന്നാൽ ഹമാസ് ചില ഇൻഡിപെൻഡന്റ് സ്ഥാനാർത്ഥികളെ നിർത്തി ഹമാസ് മത്സരിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് ഇപ്പോഴും അവിടെ ഒരു ഹമാസിന്റെ ഇപ്പൊ നിലവിലുള്ള ഭരണത്തിലാണെങ്കിൽ പോലും
എല്ലാ സ്ഥലങ്ങളിലും നിർണായക സ്ഥലങ്ങളിലൊക്കെ ഹമാസ് തന്നെയാണ് നിയന്ത്രിക്കുന്നത്. അതേപോലെ അവിടുത്തെ മിലിറ്ററി കംപ്ലീറ്റ് ഇപ്പോഴും ഹമാസ് തന്നെയാണ്. അവര് അവിടേക്ക് വരുന്ന ഓരോ വാഹനങ്ങളിൽ നിന്നും ടാക്സ് പിരിക്കുന്നുണ്ട്, ഓരോ വസ്തുക്കളിൽ നിന്നും ടാക്സ് പിരിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ ഇത്രയും നാളത്തെ യുദ്ധത്തിന് ശേഷവും അതിഗംഭീരമായ വൻതോതിലുള്ള ഈ സമ്പത്ത് ഈ അവരുടെ പക്കലുണ്ട്. ഹവാല ഇനത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് ഫണ്ട് കിട്ടുന്നുണ്ട്. അപ്പം മിലിറ്ററി എന്ന് പറയുന്നതും ഹമാസിന്റെ പോലീസ് എന്ന് പറയുന്നതും വളരെ ശക്തമായിട്ട് ഇപ്പോഴും തുടരുന്നു, ഇനി ഭാവിയിൽ തുടരുകയും ചെയ്യും. ഹമാസിന്റെ പോലീസും മിലിറ്ററിയുമായിരിക്കും ഈ ഗാസയിലെ കാര്യങ്ങള് ഒരു ഇന്ററിം ഗവൺമെന്റ്, അതല്ലെങ്കിൽ NCAG-യുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് വന്നു കഴിഞ്ഞാലും ഒരു ഇപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ US ഉണ്ടാക്കിയിരിക്കുന്ന ഈ ബോർഡ് ഓഫ് പീസ് ഉണ്ടാക്കിയിരിക്കുന്ന പദ്ധതി പ്രകാരം ഒരു അന്താരാഷ്ട്ര സമാധാന സേനയെ, അതായത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പട്ടാളക്കാരും ഉൾപ്പെടുന്ന ഒരു സേനയുടെ കീഴിലേക്ക് ഗാസയുടെ സെക്യൂരിറ്റിയെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പദ്ധതി അനുസരിച്ച് അവർ നടപ്പിലാക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ഇസ്രായേൽ നിന്ന് പിന്മാറുകയും അതേപോലെ തന്നെ ഗാസയിൽ നിന്ന് ഈ ഹമാസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ നിന്ന് ഗാസ ഈ സേനയുടെ കീഴിലേക്ക് കൊണ്ടുവരികയും ഹമാസിനെ നിരായുധീകരിക്കുക എന്ന ലക്ഷ്യവും കൂടെ ഇതിന്റെ പിന്നിലുണ്ട്. പക്ഷെ അത് സാധ്യമല്ല. അവിടെയാണ് കോൺഫ്ലിക്റ്റ് വരുന്നത്. ഇപ്പോഴും ഗാസ കോൺഫ്ലിക്റ്റ് ഒന്നും അന്യമല്ല. ഈ കഴിഞ്ഞ ദിവസവും എത്രയോ കുട്ടികൾ ഉൾപ്പെടെയുള്ള നമുക്ക് ഗാസയിൽ നിന്നുള്ള മരണത്തിന്റെ യഥാർത്ഥ ഒരു ഇപ്പോഴും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. 10,000-കണക്കിനാണ് കുഞ്ഞുങ്ങളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ അവിടെ കൊല ചെയ്യപ്പെട്ടത്. ഇപ്പോഴും ഈ മെനഞ്ഞാന്ന് പോലും അവിടെ 20ഓളം പേര് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ള US-ന്റെ അല്ലെങ്കിൽ ട്രംപിന്റെ ലക്ഷ്യം നടക്കാൻ പോകുന്നില്ല. കാര്യം അത്രയ്ക്ക് സുസജ്ജമാണ്. ഇനിയിപ്പോ നാളെ ഈ ടെക്നോക്രാറ്റുകളുടെ നേതൃത്വത്തിൽ അവിടെ ഒരു സിവിൽ ഭരണം വന്നാൽ പോലും ആ സിവിൽ ഭരണത്തിലും മുഴുവൻ ഈ ശരിക്കും നിയന്ത്രിക്കാൻ പോകുന്നത് ഹമാസിന്റെ ആൾക്കാരായിരിക്കും. ഇപ്പോൾ തന്നെ ഹമാസിന്റെ ആൾക്കാർ അവിടെ തന്നെ ഉണ്ട്, അതിന്റെ പേരിലാണ്. അതേപോലെ നാളെ അവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപപ്പെട്ടു കഴിഞ്ഞാൽ പോലും അതും നിയന്ത്രിക്കുന്നതിലെ നിർണായകമായ പങ്ക് വഹിക്കുന്നത് ഈ ഹമാസ് തന്നെയായിരിക്കും. അപ്പൊ ഹമാസ് എന്ന് പറയുന്നത് പൂർവാധികം ശക്തിയോടുകൂടി അവരുടെ മിലിറ്ററി സംവിധാനങ്ങളും പോലീസും മറ്റു സംഗതികളും ഗാസയിൽ തുടരുകയും അതേ സമയത്ത് അവരുടെ ഈ സിവിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവിടെ നിന്ന് അപ്രത്യക്ഷമായി മാറി നിൽക്കുകയും ചെയ്യും. ഇതാണ് ഗാസയിൽ സംഭവിക്കാൻ പോകുന്നത്. അവരുടെ ഒരു മെയിൻ പറയുന്നത് ഇപ്പൊ അവർ പിന്മാറി എന്ന് പറയുമ്പോഴും അവരുടെ നിയന്ത്രണം മറ്റേതെങ്കിലും രാജ്യത്തിരുന്നു കൊണ്ട് അവരുടെ തലവന്മാർ നിയന്ത്രിക്കുന്ന രീതിയിലേക്കാണോ? അതാണ് പറഞ്ഞത്. ഇപ്പൊ അവർ ഡീസെൻട്രലൈസ് ചെയ്തിട്ട് ഓരോ കമാൻഡർമാരെ ഏൽപ്പിച്ചിട്ടാണ് അവർ പോയിരിക്കുന്നത്. അങ്ങനെയാണ് അവർ വിഡ്രോ ചെയ്തിരിക്കുന്നത്. അതായത് ഓരോ സ്ഥലത്തെ ഓരോ യൂണിറ്റുകളെ, മിലിറ്ററി യൂണിറ്റുകളെ ഡീസെൻട്രലൈസ് ചെയ്ത് ഓരോ കമാൻഡർമാരുടെ കീഴിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഭൗതികമായിട്ട് നേരിട്ട് ഭരണം അവരുടെ ഹമാസിന്റെ മിലിറ്ററിയുടെ കീഴിൽ ഈ പറഞ്ഞതുപോലെ കച്ചവടക്കാരുടെ കയ്യിൽ നിന്നും അവിടെ വരുന്ന വാഹനങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ടാക്സ് പിരിക്കുകയും ഇപ്പോഴും സമ്പത്തിന്റെ കാര്യത്തിൽ യാതൊരു ക്ഷാമവും ഇല്ലാത്ത ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് ഈ ഹമാസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് അവരുടെ നേതാക്കൾ എന്ന് പറയുന്നത് മെയിനായിട്ട് ഖത്തറിലും ഈജിപ്തിലും ഒക്കെയാണ്. മെയിനായിട്ട് ഇപ്പം ഖത്തറിലും ഈജിപ്തിലാണ് കൂടുതൽ നേതാക്കന്മാരുള്ളത്. അവരവിടെ നിന്ന് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി അവരവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ഹമാസിലെ ഈ ജനജീവിതത്തെ ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേങ്കിൽ സംഘർഷഭരിതമാണെങ്കിൽ പോലും അത് ഈ ഒരു പുതിയ സംവിധാനം വരുന്ന പശ്ചാത്തലത്തിലും ഒരു പുതിയ ലെജിസ്ലേറ്റീവ് അസംബ്ലി വരുമ്പോഴും ആ അസംബ്ലിയുടെ ഒരു സിവിൽ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് ഹമാസ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും ആ സമയം കൊണ്ട് രാഷ്ട്രീയമായിട്ട് മറ്റു പല സംഘടന ശേഷി വർദ്ധിപ്പിക്കലിലൂടെ ഒക്കെ ഹമാസിന് മടങ്ങി വരാനുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ പിൻവാങ്ങൽ എന്ന് പറയുന്നത്. അല്ലാതെ മാത്രമല്ല, കാരണം അവർ പാലസ്തീൻ അതോറിറ്റിയെ അംഗീകരിക്കുന്നില്ല. കാരണം പാലസ്തീൻ അതോറിറ്റിയെ അംഗീകരിക്കാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇസ്രയേലിനെ അംഗീകരിക്കണം. അപ്പൊ ഓസ്ലോ കരാർ പ്രകാരം ഈ പാലസ്തീൻ അതോറിറ്റി രൂപീകൃതമായി വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമായിട്ടുള്ളതാണ്. കാരണം വെസ്റ്റ് ബാങ്കിന്റെ കുറച്ച് ഭാഗങ്ങളും ഈസ്റ്റേൺ ഇസ്രയേലും ഗാസയും ഇത്രയും കൂടെ ചേർന്നാണ് ഈ പാലസ്തീൻ എന്ന് പറയുന്നത് ഓസ്ലോ കരാർ പ്രകാരം. ആ കരാർ പ്രകാരം പാലസ്തീൻ അതോറിറ്റിക്ക് ഇസ്രയേലിനെ അംഗീകരിക്കണം. ഹമാസ് ഒരിക്കലും ഇസ്രയേലിനെ അംഗീകരിക്കത്തില്ല.
അപ്പൊ അതുകൊണ്ടാണ് പാലസ്തീൻ അതോറിറ്റിയുമായിട്ട് ഹമാസിന് യോജിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ, രാഷ്ട്രീയമായ യാഥാർത്ഥ്യങ്ങളും പിന്നെ പിന്നെ ഈ പറഞ്ഞ പ്രായോഗിക തലത്തിൽ അവിടെ ഗാസയിൽ നിലനിൽക്കുന്ന അവസ്ഥയും ഇതാണ്. പിന്നെ അവിടെ ഉണ്ടാകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ തകർന്ന കെട്ടിടങ്ങൾ മാറ്റുക എന്ന് പറയുന്നത് പോലും വളരെയധികം, ഒരു പക്ഷേങ്കിൽ നമ്മുടെ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കണ്ട ഏറ്റവും വലിയൊരു പ്രവൃത്തിയായി മാറാനുള്ള സാധ്യതയാണ്. കാര്യം അത്രയ്ക്ക് ഈ ഗാസ എന്ന് പറയുന്നത് തകർത്ത് തരിപ്പണമായി. അപ്പൊ അവിടെയും ഈ പറഞ്ഞതുപോലെ നേരത്തെ ട്രംപിന് ഉദ്ദേശം ഉണ്ടായിരുന്നു, എന്താണ്, ഗാസ ഒരു മനോഹരമായ ബീച്ച് റിസോർട്ടാക്കി മാറ്റുക. കാരണം അദ്ദേഹത്തിന്റെ താല്പര്യം, അദ്ദേഹം എപ്പോഴും പറയാനുള്ളത് പ്രൈമറിലി ഐ എം എ ബിസിനസ് മാൻ എന്നാണ്. അപ്പൊ അവിടെ അങ്ങനെ വികസിപ്പിക്കാനുള്ള ഉദ്ദേശം ഉണ്ടാവാം. ഒരു പക്ഷേങ്കിൽ ട്രംപിന്റെ ചിലപ്പോൾ അത്തരത്തിലുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഈ ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ള ഒരു പദ്ധതിയിലേക്ക് ഒരു കാരണവശാലും ഈ ട്രംപിന്റെ അല്ലെങ്കിൽ NCAGക്കോ അതല്ലെങ്കിൽ വരുന്ന പുതിയ ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കോ സാധ്യമാകില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഇസ്രയേലിനാണ്. അതുകൊണ്ടാണ് ഇസ്രയേല് ഇപ്പോഴും അവിടെ അതികഠിനമായ രീതിയിൽ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വെടിനിർത്തലുണ്ടായി, ഈ സമാധാന കരാറുണ്ടായി, ഹമാസ് പിൻവാങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും ഇപ്പോഴും ഇസ്രയേലില് നിരന്തരം ഇപ്പോഴും ഗാസയിൽ നിരന്തരം ഇസ്രയേലിന്റെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, സമീപ ഭാവിയിലെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഈ പറഞ്ഞതുപോലെ കുറെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒരു സിവിൽ ഭരണകൂടവും ഒക്കെ ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഹമാസിന്റെ ഒരു പിൻവാങ്ങൽ സൂചിപ്പിക്കുന്ന അതാണ്. അത് പിൻവാങ്ങി ഹമാസ് ഒരു സ്റ്റേറ്റിന്റെ രൂപത്തിലേക്ക്, ഒരു സാധാരണ ഒരു ജീവിതത്തിലേക്കൊക്കെ ഈ ഗാസ പോകുമ്പോഴും, അങ്ങനെ പോകുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഹമാസ് ആയിരിക്കും അങ്ങനെ ആധിപത്യം ഉറപ്പിക്കുന്നതിലൂടെ തിരിച്ച് വീണ്ടും ഹമാസ് മടങ്ങി വരിക എന്ന ലക്ഷ്യത്തിനെ ഉദ്ദേശിച്ച് തന്നെയായിരിക്കണം ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഹമാസിന്റെ പിൻവാങ്ങൽ. അതിന്റെ അർത്ഥം തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകുന്ന ഇപ്പൊ ഇന്റർനാഷണൽ പീസ് കീപ്പിംഗ് ഫോഴ്സ് അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫോഴ്സും നേരിടുന്നത് ഹമാസിനെ ആയിരിക്കും. അവിടെയും സംഘർഷം ഉണ്ടാവും. ആ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ഇസ്രയേൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും ഈ ഭാഗത്തായിരിക്കും. അപ്പൊ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഈ ഒരു സമീപ ഭാവിയിലെങ്ങും ഗാസയിൽ ഒരു സംഘർഷരഹിതമായ ഒരു ഭൂപ്രദേശമായി മാറും എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു മാറ്റത്തിലേക്ക്, ഒന്നുമില്ലെങ്കിൽ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷനിലേക്ക് നവംബറിലേക്ക് പോകാൻ കഴിയുന്നു എന്ന് പറയുന്നത് ചെറിയൊരു മാറ്റത്തിന്റെ സൂചനയായിട്ട് നമുക്ക് കാണാം. പക്ഷെ എങ്ങനെയായിരിക്കും ആ മാറ്റം എന്നുള്ളത് നമുക്കൊരിക്കലും അവിടുത്തെ ഒരു പൊതുഘടന നോക്കുമ്പോൾ നമുക്ക് ഒന്നും തന്നെ ഇപ്പൊ പറയാൻ പറ്റില്ല. സാർ, അപ്പൊ ഫലത്തിൽ ഇസ്രയേൽ ജയിച്ചു എന്ന് തന്നെ പറയാൻ പറ്റുമോ സാർ? ഇസ്രയേലും അമേരിക്കയും ഫലത്തിൽ ജയിച്ചു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഹമാസിന്റെ ശക്തി ഒട്ടും ക്ഷയിച്ചിട്ടില്ല. ഹമാസ് സിവിൽ ഭരണകൂടത്തിൽ നിന്ന് പിന്മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഗാസയിലെ മിലിറ്ററി സംവിധാനവും അവരുടെ ഈ ടണൽ എന്ന് പറയുന്ന സമാന്തര ഗാസ, ഈ അടിയിലുള്ള ഈ ടണലുകളിലാണ് ഈ ഗാസയുടെ മിലിറ്ററി സംവിധാനങ്ങൾ മുഴുവൻ. അതൊക്കെ ഇപ്പോഴും വളരെ സുസജ്ജമായി നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത്രയും പേരെ കൊന്നിട്ടും ഇത്രയും ഈ ഗാസയെ തവിട് പൊടിയാക്കിയിട്ടും ഈ ഹമാസിന്റെ മിലിറ്ററിയെ കാര്യമായിട്ട് അവർക്ക് ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിപ്പോഴും വളരെ ശക്തമാണ് എല്ലാ രീതിയിലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇസ്രായേലിന്റെ ഒരു വിജയം എന്ന് പറയാൻ പറ്റത്തില്ല, ഹമാസിന്റെയും വിജയം എന്ന് പറയാൻ പറ്റത്തില്ല. തവിട് പൊടിയായിട്ടുള്ള ഗാസയും ദുരിതപ്പെട്ട മനുഷ്യരും അവരുടെ ആ ജീവിതം ഒരു പക്ഷെ ഈ സമീപ ഭാവിയിലെങ്ങും ഒരു സമാധാനത്തിന്റെ തലത്തിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല. ഏതായാലും സാർ പറഞ്ഞ പോലെ ഒരു തെരഞ്ഞെടുപ്പ് അവർ മുന്നിൽ കാണുന്നുണ്ടായിരിക്കാം. ഭരണത്തിലേക്ക് ഹമാസിന്റെ ആൾക്കാർ കടന്നു വരുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഏതായാലും ഇങ്ങനെ ഈ ഒരു ശാന്തത എന്ന് പറയുന്നത് നമുക്കങ്ങനെ വിശ്വസിക്കാനും കഴിയില്ല, അല്ലേ സാർ? ശാന്തത വരാനുള്ള സാധ്യത കുറവാണ്, നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഹമാസ് ഇപ്പോഴും അവിടെ ശക്തമായിട്ട് നിലകൊള്ളുന്നു, ഹമാസിന്റെ മിലിറ്ററി. അതെ. നന്ദി. താങ്ക് യു സാർ. അതാണ് പ്രശ്നം. താങ്ക് യു.